സംസ്ഥാനത്ത് അടുത്ത 3 മണിക്കൂറിൽ എല്ലാ ജില്ലകളിലും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. MG പ്രതീഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. പ്രതീഷ്, ഇപ്പോൾ തന്നെ പലയിടങ്ങളിലും മഴ തുടങ്ങിക്കഴിഞ്ഞു. എങ്ങനെയാണ് മുന്നറിയിപ്പ്? എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കണം? ഗൂഗിൾ നേരത്തെ കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് വേനൽ മഴ സജീവമാകുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. മഴയ്ക്കൊപ്പം തന്നെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായൊരു കാറ്റിനും സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്ന കാര്യം. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത്. മറ്റ് ജില്ലകളിൽ നാളെയും യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിൽ നാളെയും യെല്ലോ അലർട്ടാണ്. മധ്യ കേരളം ഒഴികെ വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും ശക്തമായ മഴ ഉണ്ടാകുമെന്നതാണ് ഈ മുന്നറിയിപ്പിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മഴ കൂടുതൽ സജീവമാകുക. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കായിരിക്കും പ്രധാനമായും സാധ്യതയുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പൊതുജനങ്ങൾ പാലിക്കണമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്ന കാര്യം. നേരത്തെ ഉണ്ടായിരുന്ന ഉയർന്ന താപനിലയ്ക്ക് നേരിയ ശമനമുണ്ട് എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഉച്ചവരെ പല ജില്ലകളിലും 36 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തുന്നുമുണ്ട്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മഴ കൂടുതൽ ശക്തമാകുന്നത്. വരും ദിവസങ്ങളിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്ന കാര്യവും. മഴയ്ക്കൊപ്പം കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പറയുന്നു. ഗോകുൽ. MG പ്രതീഷ് ആണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് സംബന്ധിച്ച് വിവരങ്ങൾ നൽകിയത്.